ഒരു ക്ഷേമ പദ്ധതിയുടെ വിജയം എന്നത് അത് പ്രഖ്യാപിക്കുന്നതിലല്ല, അതിനെ കൃത്യമായി നടപ്പിലാക്കുന്നതിലാണ്. 1000 രൂപയുടെ സഹായം ചെറുതായിരിക്കാം, പക്ഷെ അത് പലരുടെയും ജീവിതത്തിൽ വലിയ മാറ്റം സൃഷ്ടിക്കുന്ന ഒന്നാണ്. അതിനാൽ ഏത് ഭരണകൂടമായാലും ഈ പദ്ധതിയുടെ കാര്യക്ഷമതയും വിശ്വാസ്യതയും ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. വീട്ടമ്മമാർക്ക് ലഭിക്കേണ്ട 1000 രൂപയുടെ വൈകിയെത്തൽ എന്ന വിഷയം ഇന്ന് കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ ചർച്ചകളിൽ പ്രധാന സ്ഥാനമാണ് പിടിച്ചിരിക്കുന്നത്. ഓരോ മാസവും പ്രതീക്ഷയോടെ കാത്തിരുന്ന ഈ സഹായം പല കുടുംബങ്ങൾക്ക് ചെറിയതെങ്കിലും നിർണായകമായ സാമ്പത്തിക ആശ്വാസമാണ്. എന്നാൽ പലപ്പോഴും ഇത് വൈകുന്നതോടെ വീട്ടമ്മമാരുടെ ദിനചര്യയെ തന്നെ ബാധിക്കുന്നു. ഒരു സാധാരണ വീട്ടമ്മയുടെ ജീവിതം ചിന്തിച്ചാൽ ആ 1000 രൂപ അവരുടെ വീട്ടു ചെലവുകളുടെ ഒരു ഭാഗം കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നു. കുഞ്ഞുങ്ങളുടെ സ്കൂൾ ചിലവുകൾ മുതൽ ചെറിയ വീട്ടുപയോഗ സാധനങ്ങൾ വരെ ഇതിലൂടെ നിറവേറ്റപ്പെടുന്നു. ഈ തുക വൈകുമ്പോൾ അവർക്ക് കടം വാങ്ങേണ്ടുന്ന സാഹചര്യം വരുന്നു, അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾ മാറ്റിവെക്കേണ്ടി വരുന്നു. ഇതിലൂടെ കുടുംബത്തിന്റെ സാമ്പത്തിക താളം തന്നെ തെറ്റിപ്പോകുന്നു. ഈ സാഹചര്യത്തിൽ സഹായ പദ്ധതിയുടെ തുടർച്ചയും കാര്യക്ഷമതയും ഏറെ പ്രധാനമാണ്. ഒരു സർക്കാർ പദ്ധതി എന്ന നിലയിൽ അത് ജനങ്ങളിൽ വിശ്വാസം ഉണ്ടാക്കേണ്ടതുണ്ട്. എന്നാൽ തുക സമയത്ത് ലഭിക്കാത്തത് ആ വിശ്വാസത്തെ തകർക്കുന്നു. ഇനി ഒരു ചോദ്യമാണ് ജനങ്ങൾക്കിടയിൽ ഉയരുന്നത്: ഇതേ പദ്ധതി UDF സർക്കാർ തുടർന്ന് കൊണ്ടുപോകുമോ എന്നത്. UDF ഭരണകൂടം പൊതുവെ സാമൂഹ്യക്ഷേമ പദ്ധതികൾക്ക് പ്രാധാന്യം നൽകുന്നവരാണെന്ന് അവരുടെ മുൻകാല പ്രവർത്തനങ്ങളിൽ നിന്ന് കാണാം. അവർ ഈ പദ്ധതി തുടർന്നിരുന്നെങ്കിൽ കാര്യക്ഷമമായി വിതരണം ഉറപ്പാക്കാൻ കൂടുതൽ നിയന്ത്രണ സംവിധാനങ്ങളും സാങ്കേതിക സൗകര്യങ്ങളും കൊണ്ടുവന്നേനെന്ന അഭിപ്രായം പലരും പങ്കുവയ്ക്കുന്നുണ്ട്. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് തുക എത്തിക്കുന്ന സംവിധാനത്തെ കൂടുതൽ സുതാര്യവും സമയബന്ധിതമാക്കാൻ അവർ ശ്രമിച്ചേനെ. അതേസമയം ഏതൊരു സർക്കാരിനും സാമ്പത്തിക നിയന്ത്രണങ്ങൾ ഒരു വലിയ വെല്ലുവിളിയാണ്. സംസ്ഥാനത്തിന്റെ വരുമാനവും ചിലവും തമ്മിലുള്ള അസന്തുലിതാവസ്ഥ പലപ്പോഴും ഇത്തരം വൈകല്യങ്ങൾക്ക് കാരണമാകുന്നു. അതിനാൽ പദ്ധതി തുടരുമോ, എങ്ങനെ മെച്ചപ്പെടുത്താമെന്നത് വിജയം എന്നതിലുപരി ഒരു സാമ്പത്തിക ചർച്ചയുമാണ്. കൃത്യമായി നടപ്പിലാക്കുന്നതിലാണ് പലരുടെയും ജീവിതത്തിൽ വലിയ മാറ്റം സൃഷ്ടിക്കുന്ന ഒന്നാണ്. അവസാനമായി വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഇതുപോലെ അപ്ഡേറ്റ്സ് കൃത്യമായിട്ട് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താൻ ഞാൻ എടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനടി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യാൻ. നെക്സ്റ്റ് ഒരു അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും പുതിയൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.